126 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. പ്രിയരെ, ഇവിടെ ഇതാ വചനഭാഗത്തിൽ ശക്തമായി വിളിച്ചു പറയുന്നു, പ്രവാസത്തിൽ കടന്നുപോയ അല്ലെങ്കിൽ ശത്രുക്കളാൽ ബന്ധിക്കപ്പെട്ട് പിടിക്കപ്പെട്ടു പോയ ഒരു കൂട്ടം ജനത തങ്ങളുടെ വാഗ്ദത്ത മണ്ണാകുന്ന സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുന്ന ഈ യാത്രയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, അതാത്മാവിൽ ദർശിച്ചുകൊണ്ട്, അടുത്ത വരുന്ന ഒരു തലമുറയുടെ സ്തോത്രത്തിനും സാക്ഷ്യത്തിനും അവരിൽ ചെയ്ത വൻ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുമായി സങ്കീർത്തനക്കാരൻ ക്ഷമിക്കുമ്പോൾ ഇത്രയും വലിയ സാക്ഷ്യം പറയുന്ന വേറെ ഒരു സങ്കീർത്തനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന് അത്രയും ഘനമുള്ളത്. നമ്മുടെ ജീവിതത്തെ തൊട്ട് സംസാരിക്കുന്നത് പോലെ സങ്കീർത്തനക്കാരൻ ഇവിടെ ഇതാ വ്യക്തമായി ഇടപെടുകയാണ്. നീ ഇന്ന് ആയിരിക്കുന്ന ഏറിയ ബന്ധനങ്ങൾക്കകത്തിൽ എത്ര തന്നെ അധ്വാനിച്ചിട്ടും ഉയർച്ച പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ, ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് തല ഉയർത്തുവാൻ കഴിയാത്ത നിലകളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിനകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന് ഈ സങ്കീർത്തനമാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരു കൂട്ടം ജനത ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു, അവർ പിടിക്കപ്പെട്ടു, അവർക്ക് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പോലും കഴിയാതിരുന്ന ആ സാഹചര്യത്തിനകത്തിൽ നിന്നും അവർ പുറത്തു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അസാധാരണമായ കാര്യങ്ങളായിരുന്നു. അവർ പറയുകയാണ്, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഈ ജനതയുടെ ജീവിതത്തിലെ ആദ്യത്തെ പുറപ്പാട് സംഭവിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ മോശയിൽ കൂടെയാണ്. അത് സത്യമായിട്ടും സ്വപ്നം കാണുന്നത് പോലെ അല്ലാതെ എങ്ങനെ അതിനെ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കാൻ കഴിയും? കാരണം ലോകമുണ്ടായ കാലഘട്ടം മുതൽ എന്നും തിരമാലകൾ അടിച്ചുകൊണ്ടിരുന്ന ആ ചെങ്കടല് ദൈവം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് മോശ തൻ്റെ കരുത്തിലിരുന്ന ആ അധികാരത്തിന്റെ വടി നീട്ടിയപ്പോൾ ആ ചെങ്കടല് 2 ഭാഗത്തായി മുറിഞ്ഞ് മാറിപ്പോയി. അതിന്റെ നടുവിൽ കൂടെ അവർ ചില മണിക്കൂറുകൾക്ക് ശേഷം ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു വന്നു എന്ന വചനം പറയുന്നത്. പിന്നീട് ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനം അക്കരെ കയറിയിട്ട് ഇതേ മനുഷ്യൻ തന്നെ വീണ്ടും കൈ നീട്ടിയപ്പോ ഒരു ഡോർ അടയുന്നത് പോലെ ആ സമുദ്രം വീണ്ടും കൂടിച്ചേരുകയും ആ കൂടിച്ചേരുന്നതിന്റെ നടുവിൽ ശത്രുക്കൾ മുങ്ങി ചാകുന്നതും കണ്ട ഒരു കൂട്ടം ജനത. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, അവർക്കത് യഥാർത്ഥമായിട്ട് അതങ്ങ് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു. സ്വപ്നം കാണുന്നത് പോലെ അല്ലാതെ അത് യാഥാർത്ഥ്യമാണെന്നൊന്ന് യഥാർത്ഥമായിട്ട് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ള അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് പറയട്ടെ, സൂര്യനെ നോക്കി ഒരുത്തൻ കൽപ്പിക്കുന്നു, ചന്ദ്രനോട് പറയുന്നു അവിടെ നിൽക്കാൻ പറയുന്നു. അവരുടെ ജീവിതത്തിന്റെ മേൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ എല്ലാം കർത്താവ് അവരെ ശ്രേഷ്ഠമായി നടത്തുന്നു. ഇട്ടിരുന്ന വസ്ത്രത്തിന് പഴക്കം സംഭവിക്കുന്നില്ല, അവർ നടക്കുന്ന ആ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ല, അവർക്ക് സ്വർഗീയമായ ആഹാരം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാ ദിവസവും കാടയിറച്ചി വന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കി, എല്ലാം ഫ്രഷാണ്, ഏറ്റവും ഫ്രഷ് ആയത് അവർ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയരെ, ഇത് സ്വപ്നം കാണുന്നത് പോലെ അല്ലാതെ യഥാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കാൻ കഴിയും. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ആ ജനത്തെ ആ കാലഘട്ടത്തിൽ ഏറിയ വർഷങ്ങൾക്ക് പുറകിൽ നടത്തിയ അതേ ദൈവത്തെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ആ ദൈവത്തിന് നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ നീറുന്ന വിഷയത്തിനകത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച് ഈ വചനഭാഗം പറയുന്നത് പോലെ തന്നെ സ്വപ്നം കാണുന്നത് പോലെയുള്ള, അതായത് യഥാർത്ഥമായിട്ട് ഇത് സംഭവിക്കുകയാണോ എന്നുപോലും വിശ്വസിക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ ആശ്ചര്യം കൂറുമാറ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആ ദൈവം ഇന്നും ശക്തനാണ്. എൻ്റെ അനുഭവത്തിനകത്തിൽ കൂടിയാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വപ്നം കാണുന്നത് പോലെയുള്ള അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. ഈ വചനഭാഗത്തെ ഒന്ന് മുറുകെ പിടിച്ചിട്ടൊന്ന് വിളിച്ചു പറയാൻ കഴിയുമോ? എൻ്റെ ദൈവം അസാധാരണമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വമൊന്നും വേറെ തന്നെയാ. അങ്ങനെയെങ്കിൽ
ഈ വചനത്തെ വിശ്വസിക്കുക, വിളിച്ചു പറയുക, എനിക്ക് വേണ്ടി എൻ്റെ ദൈവവിധ അസാധാരണമായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോകുന്നു. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണമായ വിടുതലും പ്രവർത്തികളും നിന്റെ ഭവനത്തിനകത്തിൽ ഉടലെടുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മുമ്പിൽ സംഭവിക്കട്ടെ. അതിനായിട്ട് കർത്താവിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നീട്ടപ്പെടുവാൻ ഇടയാകും. I bless you in Jesus' name. Amen.